നമസ്കാരം. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടന്ന പ്രതിഷേധം കലാപമാക്കി മാറ്റിയ ഒരു സംഭവം 2020 നമ്മൾ കണ്ടതാണ്. ഈ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമർ ഖാലിദ് എന്ന് പറയുന്ന വ്യക്തിയടക്കം ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. കഴിഞ്ഞ ഏകദേശം 1000 ദിവസങ്ങൾക്ക് മുകളിലായി ഇവർ ജയിലിൽ കഴിയുന്നു. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള മീഡിയ വൺ ഒരു പോസ്റ്റ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്ക് അങ്ങനെയുള്ള എല്ലാ പ്രധാന പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പൂർണ്ണമായിട്ടും ഇവരുടേതായിട്ടുള്ള ആ ഒരു പോസ്റ്റ് വന്നിരുന്നു. പോസ്റ്റിന്റെ പ്രധാന ഘടകം ഉമർ ഖാലിദ് അടക്കമുള്ള ഒരു നിരവധി ആളുകളുടെ ഒരു ലിസ്റ്റ്. എന്നിട്ട് ഇവർ മുഴുവനും ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആളുകളാണ്. ഇവർക്കെതിരെയുള്ള കേസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, കുറ്റം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകം, അകലുന്ന നീതി തുടരുന്ന തടവറ, ഇത് പറഞ്ഞിട്ട് ഇവരുടെ ഒരു പോസ്റ്റുകൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ മീഡിയ വണ്ണിന്റെ യഥാർത്ഥ ചിന്താഗതി തീവ്രവാദ കേസ്, രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന്റെ ആ ഒരു ചിന്താഗതിയും മനസ്സും. രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ജയിലിലാണല്ലോ കഴിയുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ ആളുകളുടെ ഒരു ലിസ്റ്റ്, ഇവർ ചെയ്ത കുറ്റവും ഇവരുടെ പേര് വിവരങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഈ പറയുന്ന ആളുകളുടെ ഒരു ചിത്രങ്ങളും ഞാൻ നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഉമർ ഖാലിദ് എന്ന് പറയുന്ന വ്യക്തി. ഈ ഉമർ ഖാലിദ് പ്രധാനമായിട്ട് ആളൊരു ജമ്മു കാശ്മീർ സ്വദേശിയാണ്. അതിൽ മറ്റൊരു പ്രധാന കാര്യം, ഉമർ ഖാലിദ് പ്രധാനമായും ജയിലിൽ കഴിയുന്നത് 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന കേസിലാണ്. അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള പ്രധാന വകുപ്പുകൾ താഴെ പറഞ്ഞു. ഡൽഹി കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ, ഒന്ന് ആലോചിച്ച് നോക്കണം, ഡൽഹിയിലെ 100ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു കലാപത്തിന് മുഖ്യ സൂത്രധാരനാണ് ഈ പറയുന്ന വ്യക്തി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ CAA പ്രതിഷേധങ്ങളുടെ മറവിൽ വടക്കുകിഴക്കൻ ഡൽഹിയിൽ കലാപം ആസൂത്രണം ചെയ്തു എന്നാണ് ഡൽഹി പോലീസ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. UAPA നിയമപ്രകാരം കലാപം ഒരു തീവ്രവാദ പ്രവർത്തനമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഈ ഒരു വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദ് അറസ്റ്റിലായത്. ഡൽഹി കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. അത് പല ഘട്ടങ്ങളിലായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് അത്തർ ഖാൻ എന്ന് പറയുന്നത്. അത്തർ ഖാൻ 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലാണ് ജയിലിൽ കഴിയുന്നത്. ഈ കേസിൽ അദ്ദേഹം UAPA പ്രകാരം തന്നെയാണ് പ്രതിയായിരിക്കുന്നത്. കേസിൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ താഴെ പറയുന്നതാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ മറവിൽ നടന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു. ഗുറേജി, ചാന്ദ്ബാഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. അത്തർ ഖാന്റെ ജാമ്യാപേക്ഷകൾ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. അടുത്തത് ഖാലിദ് സൈഫി 2020 വടക്കുകിഴക്കൻ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലാണ് ജയിലിൽ കഴിയുന്നത്. അദ്ദേഹം യുണൈറ്റഡ് എഗെയിൻസ്റ്റ് ഹേറ്റ് എന്ന സംഘടനയുടെ നേതാവാണ്. ഖാലിദ് സൈഫിക്കെതിരെ ചുമത്തിയിട്ടുള്ള പ്രധാന ആരോപണങ്ങൾ താഴെ പറയുന്നവയാണ്. ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചന, കലാപത്തിന് മുന്നോടിയായി JNU മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം തുടങ്ങിയവരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് ആരോപിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അദ്ദേഹം കലാപത്തിന് പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയെന്നും പോലീസ് പറയുന്നത്. പറയൽ മാത്രമല്ല, തെളിവ് സഹിതം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ജാമ്യം കൊടുക്കാത്തത്. UAPA നിയമപ്രകാരം തന്നെയാണ് ഉള്ള കുറ്റങ്ങൾ. കലാപം ഒരു തീവ്രവാദ പ്രവർത്തനമാണെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. 2020 മാർച്ചിൽ ഖാലിദ് സൈഫി അറസ്റ്റിലായത് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. മുഹമ്മദ് സലീം ഖാൻ 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജയിലിൽ കഴിയുന്ന ആളാണ്. ചെയ്തിരിക്കുന്ന കുറ്റം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ മറവിൽ ഡൽഹി കലാപം ആസൂത്രണം ചെയ്തു എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കലാപം ഒരു ഭീകരവാദ പ്രവർത്തനമാണെന്ന് അറിഞ്ഞിട്ടും ഇത് വലിയ രീതിയിൽ തന്നെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രസംഗങ്ങൾ വഴി എത്തിയിരിക്കുന്നു. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ചെയ്തിട്ടുണ്ട്. രത്തൻ ലാൽ എന്ന് പറയുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളിനെ കൊലപ്പെടുത്തിയ കേസിലും പുള്ളിക്കാരൻ പ്രതിയാണ്. മുഹമ്മദ് സലീം ഖാൻ 2020 മാർച്ചിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. പുള്ളിയുടെയും ഈ പറയുന്ന ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. മറ്റൊരാള് ഷിഫാർ റഹ്മാൻ. ഈ ഷിഫാർ റഹ്മാൻ 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജയിലിൽ കഴിയുന്നതാണ്. ജാമിയ മിലിയ ഇസ്ലാമിയ അലുമിനി എന്ന് പറയുന്ന ഒരു അസോസിയേഷന്റെ അങ്ങനെ ഒരു സംഘടനയുടെ ചുമതല വഹിക്കുന്ന ആൾ, പ്രസിഡന്റാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധങ്ങളിൽ സജീവമായി പങ്കെടുത്ത വ്യക്തിയാണ്. പുള്ളിക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡൽഹി കലാപത്തിന്റെ മുഖ്യ ഗൂഢാലോചനക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതിൽ സംശയമില്ല എന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടും തെളിവ് സഹിതം ഡൽഹി കോടതി പറയുന്നത്. ഇതിലെ കലാപത്തിലെ ആളുകളെ പ്രേരിപ്പിച്ചു, ആയുധമെടുത്ത് യുദ്ധം ചെയ്യുക എന്നുള്ള
ഒരു നിലപാടിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കലാപത്തിന് മുന്നോടിയായിട്ട് ഒരുപാട് ആയുധങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കളക്ട് ചെയ്തു എന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഇയാൾക്കെതിരെയുണ്ട്. അതോടൊപ്പം തന്നെ കലാപം, കൊലപാതകം, രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റങ്ങളും അദ്ദേഹത്തിന് ചുമത്തിയിട്ടുണ്ട്. ഈ പറയുന്ന വ്യക്തി ദീർഘകാലമായിട്ട് ഇപ്പോൾ ജയിലിൽ തന്നെ കഴിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ജാമ്യം കൊടുത്തിട്ടില്ല. മറ്റൊരാൾ മീരാൻ ഫൈദർ 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കേസിൽ കഴിയുന്ന ഒരു വിദ്യാർത്ഥി നേതാവാണ്. ജാമിയ മിലിയ ഇസ്ലാമിയിലെ ഗവേഷണ വിദ്യാർത്ഥിയും രാഷ്ട്രീയ ജനതാദൾ RJD യുവജന വിഭാഗം നേതാവായിരുന്നു. ഈ ജിഹാദികളൊക്കെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ളിലേക്ക് കടന്നു കയറുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ പറയുന്ന വ്യക്തിയൊക്കെ ഇതുപോലെയുള്ള RJD പോലെയുള്ള സംഘടനകളുടെ ചുമതലയിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ മറവിൽ കലാപം ആസൂത്രണം ചെയ്തു എന്നാണ് ഡൽഹി പോലീസ് ആരോപിക്കുന്നത്. കലാപത്തെ ഒരു ഭീകര പ്രവർത്തനമായി കണക്കാക്കി UAP നിയമം തന്നെ ചാർത്തിയിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തത് ഗുൽഫിഷ ഫാത്തിമ. ഓരോ പേരുകൾ നമ്മളെ സംബന്ധിച്ച് വായിക്കുന്ന സമയത്തെ പെട്ടെന്ന് വരാത്ത പേരുകളാണ്. ഇവർ ഈ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള പേരുകളാണ്. അപ്പോൾ ഈ ഗുൽഫിഷ ഫാത്തിമ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഈ വിദ്യാർത്ഥിനിയുടെ ഒക്കെ ഒരു മനോഭാവം എന്താണെന്നുള്ളത് നമുക്കറിയാലോ. സുഡാപ്പിനി, ജിഹാദിനി എന്നൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. ഇവര് ഒരു MBA വിദ്യാർത്ഥിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ മുഖ്യ ആസൂത്രണം ചെയ്ത ഒരു ഗൂഢാലോചന നടത്തിയ ഒരാളായിരുന്നു. അപ്പോൾ ഇവർക്കെതിരെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ കലാപത്തിന് മുന്നോടിയായി നടത്തിയ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗങ്ങൾ നടത്തിയും എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. ജാഫറാബാദിലെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാൾ കൂടിയായിരുന്നു. കലാപത്തെ ഒരു ഭീകരവാദ പ്രവർത്തനമാക്കി മാറ്റി എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടും പറയുന്നത്. അതിൽ കലാപം, കൊലപാതകം തുടങ്ങിയ കേസുകളും ഈ ഗുൽഫിഷ ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തി പ്രതിയാണ്. ഡൽഹി ഹൈക്കോടതി ജാമ്യം തള്ളിയിരിക്കുന്നു, ഒരു സംശയമില്ല. ഷതാബ് അഹമ്മദിനെ സംബന്ധിക്കുന്ന പ്രധാന കേസും ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അദ്ദേഹത്തിനെതിരെയുള്ള കൂടുതൽ ഡൽഹി കലാപത്തിനെ ആളുകളെ സംഘടിപ്പിക്കുകയും കലാപത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചു. 2020 ഫെബ്രുവരി 24 അറസ്റ്റിലായത്. മറ്റു കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഈ രത്തൻലാൽ എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിളിനെ കൊലപ്പെടുത്തിയ കേസിലും പുള്ളിക്കാരൻ പ്രതിയാണ്. മറ്റൊരാളാണ് തസ്ലീം അഹമ്മദ് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന ഒരാളാണ്. കോൺഗ്രസിന്റെ കൗൺസിലർ കൂടിയായിരുന്നു ഡൽഹിയിലെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇതുപോലുള്ള ഭീകരവാദികൾ എല്ലാ സംഘടനകളുടെ ഉള്ളിലേക്കും നുഴഞ്ഞു കയറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പുള്ളിക്കാരനെ സംബന്ധിച്ച് ഡൽഹി കലാപവും വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപത്തിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇവനുണ്ടായിരുന്നു, അതിലൊരു സംശയമില്ല. തസ്ലീം 2020 സെപ്റ്റംബറിലാണ് അറസ്റ്റിലായത്. ഡൽഹി ഹൈക്കോടതി സ്വാഭാവികമായിട്ട് ജാമ്യം തള്ളി. പിന്നെ താഹിർ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയും അതോടൊപ്പം തന്നെ ഉമർ ഖാലിദും ഒക്കെയായിരുന്നു പ്രധാനമായിട്ട് ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട പേരുകൾ. ഈ താഹിർ ഹുസൈൻ അവിടുത്തെ മുൻ സംസ്ഥാനം ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ കൗൺസിലർ ആയിരുന്നു. ഇയാളുടെ വീടുകളും സഹപ്രവർത്തക വീടുകളിലും ഡൽഹി കലാപവും കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ തന്നെയുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങളും ബോംബുകളും വാളുകളും എല്ലാം ശേഖരിച്ചു വെച്ചുകൊണ്ട്, തോക്കുകളടക്കം ശേഖരിച്ചു വെച്ചുകൊണ്ട് കൃത്യമായിട്ട് കലാപത്തിന് ആളുകൾക്ക് ഇത് വിതരണം ചെയ്തിരുന്നത് ഇയാളുടെ നേതൃത്വത്തിലാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട അങ്കിത് ശർമ്മ എന്ന് പറയുന്ന അവിടുത്തെ ഒരു IB ഉദ്യോഗസ്ഥനെ, ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ 400 കുത്തുകൾ കുത്തി കൊലപ്പെടുത്തിയ കേസിലും ഈ പറയുന്ന വ്യക്തി പ്രതിയാണ്. അഴുക്കുചാലിൽ നിന്നാണ് ഈ അങ്കിത് ശർമ്മയുടെ ഒരു മൃതശരീരം ലഭിച്ചത്. നമ്മൾ ചിന്തിച്ചു നോക്കണം, ഇതുപോലെയുള്ള മനോഭാവമുള്ള കൊടും തീവ്രവാദികൾ, ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുള്ള കൊടും തീവ്രവാദികൾ, ഒരു യുവതി അടക്കം ഈ കേസിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ കൊടും തീവ്രവാദികൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ്, വലിയ പ്രതിഷേധാഗ്നി തീർത്തുകൊണ്ടാണ് മീഡിയ വൺ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അവർക്ക് നീതി വേണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പോസ്റ്റുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. എന്തായാലേ നമ്മൾ ഒന്ന് ഈ കേരളത്തിൽ നിരോധിക്കപ്പെടേണ്ട ഒരു ചാനലാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. കേന്ദ്ര സർക്കാർ ഈ ഒരു സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നടപടി ഇനിയെങ്കിലും എടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കോടതികൾ ഇത് ഒരു പ്രാവശ്യം ഇതിനെ പൂട്ടിയതാണ്, പക്ഷെ കോടതിയിലേക്ക് ചെന്ന സമയത്ത് കോടതി ചില കാര്യങ്ങളിലൊക്കെ ഒരു എന്താ പറയുക, ഒരു സമവായം എന്നുള്ള രീതിയിലേക്ക് ഇവർക്ക് കൃത്യമായിട്ട്
മുന്നോട്ട് പോകാനുള്ള അവസരം കൊടുത്തു. പക്ഷെ ഇവർക്ക് മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും ഉള്ള ഒരു ഇവിടെ നിലനിൽക്കാനുള്ള അവകാശമില്ല എന്ന് അവർ തെളിയിക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന്.